ന്യൂക്ലിയർ ബോംബൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന അവസാനത്തെ ഘട്ടത്തിലാണ്. അത് കയ്യിലുണ്ട് എന്ന് പറയാൻ പോലും സുരേഷ് ബാബു സഖാവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് പിന്നീട് എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ്. കാരണം വളരെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു 14 വയസ്സെങ്ങാണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്ത് വന്ന് അങ്ങനെ ചിറ്റൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് CPM എന്നുള്ള സംഘടന ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആളാണ്. വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വളരെ ചെറിയ പ്രായത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് എത്തുകയും കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ പിഴവ് പറ്റിയെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ച് മനസ്സിലാവുന്നില്ല. പാലക്കാട് തന്നെയുള്ള ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു തന്ന സഖാക്കളോട്ടൊക്കെ എന്തിനേയും വിളിച്ച് പറഞ്ഞു, എന്താണ് നിങ്ങളെ DCസിന് പറ്റിയത്? ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, ഞങ്ങൾക്ക് തന്നെ പലതും പറയാനുണ്ട്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ പരിപൂർണമായി പറയുന്നില്ല. അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏപ്രിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ അത് ആരോ ആവട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം CPMനെതിരെ കിട്ടിയാലും കോൺഗ്രസിനെതിരെ കിട്ടിയാലും ലീഗിനെതിരെ കിട്ടിയാലും BJPക്കെതിരെ കിട്ടിയാലും ആർക്കെതിരെ കിട്ടിയാലും നമ്മൾ ഇപ്പോഴേ എടുത്തില്ല. ഈ സുരേഷ് ബാബുവിന്റെ വിഷയത്തിൽ സുരേഷ് ബാബുവിന്റെ ഇന്നത്തെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അധികം കോലിട്ടിളക്കാൻ നിൽക്കണ്ട,